Hello everyone, welcome back to A Pinch of Love. ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. പക്ഷേ ഈ തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് നമുക്കൊരു കിടിലിന് അച്ചാർ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് തണ്ണിമത്തൻ ഇതുപോലെ മുറിച്ച് അതിനുള്ളിലെ ആ ചുമന്ന കളറുള്ള മധുരമുള്ള ഭാഗം നമുക്ക് മുറിച്ച് കളയാം. നമുക്കിനി തണ്ണിമത്തൻ്റെ പുറന്തൊലി കളയാം. ആ പച്ച കളറുള്ള പുറന്തൊലി നമ്മൾ എല്ലാം കളയണം. നല്ല കട്ടിയാണ് ആ പുറന്തൊലിക്ക്, അതുകൊണ്ട് നല്ല പാടായിരിക്കും ആ പുറന്തൊലി കളയാനായിട്ട്. നമ്മളിപ്പോൾ പുറന്തൊലി എല്ലാം കളഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ അച്ചാറുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും മുറിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളത്തിൽ ഉപ്പിട്ട് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ തിളപ്പിച്ചെടുക്കാം. സോ നമ്മൾ ഇത്തിരി ഉപ്പിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ആ ഉപ്പ് ആ കഷ്ണങ്ങളിലേക്ക് വലിച്ചെടുക്കും. ഒന്ന് വെന്തതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ അതൊരു കൊളാണ്ടറിലോട്ടാണ് മാറ്റി വയ്ക്കാൻ പോകുന്നത്. നമുക്കിനി ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഫ്രൈയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര എരിവോ വേണ്ടത് അതിനനുസരിച്ച് വേണം പച്ചമുളക് ഇടാൻ. ഞാനിവിടെ ഒരു 4 പച്ചമുളക് കഷ്ണങ്ങളാക്കി നുറുക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്ക് ശേഷം വെളുത്തുള്ളിയും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റുക. അടുത്തത് നമുക്ക് ആ ഫ്രൈയിങ് പാനിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി കൂടി ഉപ്പ് കൊടുത്ത് നമുക്കൊന്ന് വറുത്ത് എടുക്കാം. സെയിം ഫ്രൈയിങ് പാനിൽ തന്നെ നമുക്ക് ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകും ഉലുവയും പൊട്ടിക്കാൻ വയ്ക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായം പൊടിയും ഉലുവപ്പൊടിയും ഇടാം. ഉലുവപ്പൊടി ഒരു ഇത്തിരി ഇട്ടാൽ മതി. ഈ പൊടികളിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ആ പച്ച ചുവ മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
പൊടികളെല്ലാം ചൂടായി അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ വേവിച്ച് വറുത്ത് വച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാല കഷ്ണങ്ങളുടെ രുചിയെല്ലാം ആ കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. അതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. ഇത്തിരി ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ നമുക്കത് വേവാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം കഷ്ണങ്ങളിലേക്ക് എളുപ്പം പിടിക്കും. അവസാനമായിട്ട് നമുക്ക് വിനീഗർ, ചൊറുക്ക ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചൊറുക്കയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചൊറുക്ക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ നമ്മൾ വെറുതെ കളയാറാണ് പതിവ്. സോ ഇനി കളയണ്ട, ഇനി നമുക്ക് നല്ലൊരു അച്ചാറുണ്ടാക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് തണ്ണിമത്തൻ അച്ചാർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.